എല്ലാവർക്കും നമസ്കാരം. ചങ്ങനാശ്ശേരിക്കാരൻ്റെ മറ്റൊരു വയനാടൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമുക്കിവിടെ തുടങ്ങുകയാണ്. ഇപ്പോൾ രാവിലെ ബൈക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ അജണ്ട എന്ന് പറഞ്ഞാൽ ആദ്യം ബാണാസുര ഡാം, അത് കഴിഞ്ഞ് ദ ടോംബ് ഓഫ് വീരപഴശ്ശി, പഴശ്ശിരാജയുടെ ശവകുടീരം മാനന്തവാടി, പിന്നെ ലാസ്റ്റ് സ്പോട്ടാണ് തിരുനെല്ലി ക്ഷേത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നാലും ആദ്യം ബാണാസുര ഡാമിലോട്ട് നമുക്ക് പോകാം. അതിൻ്റെ റിസർവോയറിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. വയനാട്ടിലെ കാഴ്ചകളൊക്കെ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ എണീറ്റ് ഒരു 10-10:30 ആയപ്പോഴത്തേനും ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ 2 ബൈക്കിലായിട്ട് ഇറങ്ങി. അനിലേട്ടനുണ്ട്, ഞാനും പ്രവീണും. അപ്പോൾ ബാണാസുര ഡാമിൻ്റെ റിസർവോയറിൻ്റെ കാഴ്ച കാണാനായിട്ടുള്ള പോക്കാം. ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടല്ല പോകുന്നത്. വേറെ അതിൻ്റെ റിസർവോയർ ഇങ്ങനെ കിടക്കുകയാണല്ലോ കുറേ ദൂരം. അപ്പം അതിൽ വേറെ നല്ല വ്യൂ പോയിൻ്റ് കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കാണുന്നതാണ് ബാണാസുര ഡാമിൻ്റെ റിസർവോയർ. ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഡാമാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഡാമാണ് ബാണാസുര ഡാം. അതുപോലെ തന്നെ ഏഷ്യയിലെ 2ാം സ്ഥാനമാണ്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ബാണാസുര ഡാമിൻ്റെ റിസർവോയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നാട് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിനെ ഒഴിപ്പിച്ചിട്ടാണ് ഈ ബാണാസുര ഡാമിൻ്റെ റിസർവോയർ റെഡിയാക്കിയത്. അപ്പം ഇടയ്ക്ക് ചെറിയ തുരുത്തുകളുണ്ട്. അതുപോലൊരു തുരുത്തിലാണ് കോണ്ടൂർ റിസോർട്ടാണ്. അപ്പോൾ ചങ്ങനാശ്ശേരിയിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. കോണ്ടൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമാണല്ലോ. അപ്പോൾ അതുപോലെ അതിൻ്റെ സംഭവമാണ് ഇവിടെയുള്ളത്. അത് വേൾഡ് ഫേമസ് ഒരു റിസോർട്ടാണ്. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇൻ്റർനെറ്റിലൊക്കെ അതിൻ്റെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിസോർട്ടിൻ്റെ പേര് കോണ്ടൂർ തന്നെയല്ലേ? കോണ്ടൂർ ഐലൻഡ് റിസോർട്ട്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിന് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടും. കക്കയം ഡാമിലോട്ട് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ചെറിയ പരിപാടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നല്ല കറക്റ്റ് സ്ഥലമാണ്. പക്ഷേ വെയിൽ ഭയങ്കര വെയിലാണ്. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെയിലാണ്. അത് കാരണം നമ്മൾ പെട്ടെന്ന് കയറിപ്പോയി. ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. പിന്നെ ഇതിനകത്ത് ബോട്ടിംഗ് ഒക്കെ കണ്ടു. ബോട്ടിങ്ങിൻ്റെ കൗണ്ടർ അതിൻ്റെ മെയിൻ ഗേറ്റിലാണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും കണ്ടു. പക്ഷേ വെയിലിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് കൂടുതൽ നിൽക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഫീല് കിട്ടത്തക്ക രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യാനോ പറ്റിയില്ല. ഈ നമ്മുടെ ഡാം അതിൻ്റെ സെൻട്രൽ കല്ല് വെച്ച് കെട്ടിയിരിക്കണം. അതായത് വെള്ളം തടഞ്ഞു നിർത്തുന്ന ആ സെൻട്രൽ പോയിൻ്റ് ഉണ്ടല്ലോ, അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കല്ല് കെട്ടി മേലോട്ട് പൊക്കിയിരിക്കുകയാണ്. എന്നിട്ട് അതിന് 2 സൈഡിലും മണ്ണാണ്. ഫോർ എക്സാമ്പിൾ ഒരു മല, ആ മലയുടെ സെൻറ്ററിൽ നമ്മൾ കല്ല് കെട്ടുന്നു, 2 സൈഡിലോട്ടും മണ്ണുണ്ട്. അതിൽ വെള്ളം കോണ്ടാക്റ്റ് ഉള്ള സ്ഥലം കല്ലിട്ട് നിറച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിന് അങ്ങേപ്പുറത്തെ സ്ഥലമാണ് നമുക്ക് റോഡ് നിന്നാൽ വിസിബിൾ ആകുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് മണ്ണെല്ലാം ഇട്ട് ഫില്ല് ചെയ്തിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല പ്രസൻറ്റേഷൻ നല്ല സൂപ്പറായിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു വൈബ് തോന്നുന്ന ഒരു രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവുക. അപ്പോൾ ആ പ്രഷറുള്ള സ്ഥലത്ത് നല്ല തിക്നെസ്സിൽ മണ്ണും കല്ലും ഒക്കെ ഇട്ട് നിറച്ചിട്ടുണ്ട്.
ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞിൻ്റെ ഒരു മോഡലാണ്. അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നിന്ന് നിൽക്കുക. അപ്പോൾ താഴെ നല്ല പ്രഷർ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള തിക്നെസ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മേലോട്ട് വരുന്തോറും അതിൻ്റെ ആ ഒരു തിക്നെസ് കുറഞ്ഞ് മേലോട്ട് വന്നുകൊണ്ടിരിക്കും. ദ ടോംബ് ഓഫ് വീരപഴശ്ശി, കേരളവർമ്മ പഴശ്ശിരാജയുടെ ശവകുടീരം. മാനന്തവാടി പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മുതിർന്ന ഒരാൾക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയും, സ്റ്റിൽ ക്യാമറ 50 രൂപയും വീഡിയോ ക്യാമറ 150 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. രാവിലെ 8 മണി മുതൽ 6 മണി വരെയാണ് സന്ദർശന സമയം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയ ആദ്യകാല നായകരിൽ പ്രധാനിയായിരുന്നു വീരകേരളവർമ്മ പഴശ്ശിരാജ. AD 1805 നവംബർ 30 പുൽപ്പള്ളിയിലെ മാവിലാന്തോട്ടിൽ വെച്ച് രക്തസാക്ഷിയായി. വീരപഴശ്ശിയുടെ മൃതദേഹം അന്നത്തെ ബ്രിട്ടീഷ് സബ് കളക്ടറായിരുന്ന TH ബേവരുടെ പല്ലക്കിൽ കിടത്തി മാനന്തവാടിയിലെ ഈ മണ്ണിൽ കൊണ്ടുവന്ന് എല്ലാ സൈനിക ബഹുമതികളോടും കൂടി സംസ്കരിച്ചു. ശരി പറഞ്ഞാൽ ഉണ്ണിയപ്പം കഴിക്കാൻ വേണ്ടിയിട്ടും കൂടെ വന്നതാണ്.
നടന്നില്ല. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ 6-7 മണി തീരുമ്പോഴോ? തീരുന്നതാണ് കാണാൻ. ചിലപ്പോൾ നേരത്തെ തീരും, ചിലപ്പോൾ രാത്രി വരെ ഉണ്ടാവും. രാവിലെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാവും, ഇത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഇപ്പോൾ നാളെ ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് രാവിലെ അരിയിട്ട് ഊറ്റി ഇടിച്ചിട്ടുണ്ടാകണം. പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ല, കറണ്ട് സംവിധാനങ്ങളൊന്നും ഇല്ല, ഫ്രീസർ ഫ്രിഡ്ജൊന്നും ഇല്ല. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. അടുപ്പാണെങ്കിൽ പിന്നെ എല്ലാം വേറെ ഒന്നും നാളെ വേണമെങ്കിൽ ഇന്ന് രാവിലെ അരിയിട്ട് ഉച്ചക്ക് ഊറ്റി ഇടിച്ച് രാത്രി കൂട്ടി രാവിലെ ഉണ്ടാക്കുന്നതാണ്. പെട്ടെന്ന് തീർന്നു, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. 15 ഉണ്ടാക്കുന്ന ദിവസം ആണല്ലേ? എങ്ങനെയാ റേറ്റും കാര്യങ്ങളൊക്കെ? റേറ്റ് 6 രൂപ വരണം അല്ലേ? വെളിച്ചെണ്ണ ഉണ്ടാക്കും. തിരുനെല്ലി ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്കാണ്. ഇവിടുത്തെ 2 ഡീവിയേഷനാണ്. ഒന്ന് തിരുനെല്ലി ക്ഷേത്രത്തിലോട്ട്, ഒന്ന് തോൽപ്പെട്ടി ജംഗ്ഷനിൽ. ബാക്കി കാണുന്നതാണ് ഉണ്ണിയപ്പം. നല്ല ഫേമസ് ആണ്. കഴിക്കണമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ വന്നപ്പം ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഒന്നുമില്ല, ചായയില്ല, ഉണ്ണിയപ്പവും ഇല്ല, ഒന്നുമില്ല. കൂർഗ് ഇവിടുന്ന് ഇപ്പം തോൽപ്പെട്ടി 5-5.5 കിലോമീറ്റർ, അത് കഴിഞ്ഞ് കർണാടക കൂർഗ്. അപ്പോൾ സമയം ഏകദേശം വൈകി. നമുക്ക് തിരുനെല്ലി ക്ഷേത്രം വരെ പോകേണ്ടതാണ്, പോയിട്ട് തിരിച്ച് പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാൻ നേരെ വിട്ടേക്കാം. ആന വരുവോടെ? സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ രാത്രി ആപ്പാടെ 1 മണിക്കൂറാണ് ഉറങ്ങിയത്. അപ്പോൾ കിടന്നപ്പോൾ ഏകദേശം ഒരു 4:45 വൈകിട്ട് എല്ലാവരും കിടക്കുന്നതിന് മുന്നേ ചെറിയൊരു പ്ലാനിങ് ഒക്കെ നടന്നു. അതായത് അപ്പോൾ നാരങ്ങാച്ചാൽ പോയി അവിടെ സൺറൈസ് കാണണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവിടെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാം പറഞ്ഞ് സെറ്റായി 5:30 ആകുമ്പോഴത്തേക്കിന് പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങിലൂടെയൊക്കെ പോയി. പക്ഷേ സാഹചര്യം മൂലം ഞാൻ ലേറ്റായിട്ടാണ് കിടന്നത്. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്കിന് ഏകദേശം 4:45 പിന്നെ ഒന്ന് 1 മണിക്കൂർ വാങ്ങി. അന്നേരം അല്ലേട്ടൻ വന്ന് വിളിച്ചു. നേരെ എവിടെ നിന്ന് എണീറ്റ് റെഡിയായി നേരെ സൺറൈസ് കാണാൻ പോകായിരുന്നു. അത് കഴിഞ്ഞ് സൺറൈസ് കണ്ട് തിരിച്ചു വന്നു. ഒരു ഫുഡ് കഴിച്ചു. 10:30 ആയപ്പോഴത്തേക്കിന് അവിടുന്ന് വീണ്ടും ഇറങ്ങി. അപ്പോൾ അത് കാരണം ഫുൾ ഹെക്റ്റിക്കാണ്. നല്ല ക്ഷീണമുണ്ട്. ആ ഉണ്ണിയപ്പത്തിൻ്റെ കടയുടെ അവിടെ വെച്ച് ക്യാമറ എടുക്കാൻ പോലും ഒരു മടിയായിരുന്നു. പക്ഷെ അവിടുന്ന് ഒരു ചായ കുടിച്ചപ്പോൾ അതിൻ്റേതായിട്ടുള്ള എനർജി വ്യത്യാസം അറിയാനുണ്ട്. എന്നായാലും നല്ല കാലാവസ്ഥ, നല്ല കാറ്റ്. കാറിലാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇതാ ബൈക്ക് ആകുമ്പോഴത്തേനും ഇങ്ങനെ എന്താ പറയുക, ഓപ്പൺ എയറിൽ ആ നാച്ചുറൽ കാറ്റൊക്കെ കൊണ്ട് നമുക്കിങ്ങനെ പോകാൻ അതിൻ്റേതായിട്ടുള്ളൊരു സുഖമുണ്ട്. പ്രശ്നം എന്താണെന്ന് അറിയാമോ? തിരിച്ചു വരുമ്പോൾ തണുപ്പാണ്. പണി കിട്ടുമോ എന്നറിയത്തില്ല. ഞാനാണ് കാലുകൊണ്ടൊക്കെ കൊടുത്ത വ്ളോഗ് ചെയ്യാനായിട്ട് രാവിലെ ഇറങ്ങി. ഇരുട്ടാകുമ്പോൾ ആനയൊക്കെ ഇറങ്ങുമെന്നൊക്കെയാണ് പറയുന്നത്. എന്നാണ് ഒരു പിടുത്തമില്ല. എന്നായാലും അമ്പലത്തിൽ പോകാം. അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമുക്ക് അവിടുന്ന് തിരിച്ചു വരാം. തിരുനെല്ലി അമ്പലം എത്തി എന്നാണ് തോന്നുന്നത്. അന്തരീക്ഷമൊക്കെ ഏകദേശം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാണുന്നുണ്ട്. കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല. കാട്ടിക്കൂടെ തിരിച്ചു പോകേണ്ടതാണ്. അത് തന്നെയല്ല, നാളെ രാവിലെ 5 മണിയാകുമ്പോഴത്തേക്കിന് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകേണ്ടതാണ്. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കിടന്നുറങ്ങി അത്യാവശ്യം റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ എത്താൻ പറ്റത്തുള്ളൂ. അത് ഏകദേശം ഒരു 350-340 കിലോമീറ്റർ നാളത്തെ ദിവസം റൈഡുള്ളതാണ്. അപ്പം നല്ല റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം. എന്നാലും മേളിൽ കയറിയിട്ട് ബാക്കി കാണാം. ബാക്കിൽ കാണുന്നതാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ, അതായത് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ
ഗസ്റ്റ് ഹൗസ്. അതിനകത്ത് എന്താ പറയുക 400 രൂപയാണ് ഒരു ദിവസത്തെ റൂം വാടക. 400 രൂപയിൽ 2 പേർക്ക് അതിനകത്ത് താമസിക്കുന്നതാണ്. പിന്നെ 2-ൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഓരോരുത്തർക്കും 30 രൂപ വെച്ച് അവർ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നതാണ്. വയനാട് ജില്ലയിലെ പ്രശസ്തമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. മാനന്തവാടിയിൽ നിന്നും കാട്ടിക്കലെത്തി ഇടത്ത് തിരിഞ്ഞ് കാനനപാതയിലൂടെ 18 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം തിരുനെല്ലി ക്ഷേത്രത്തിലെത്താൻ. കർണാടക അതിർത്തിയിലെ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല, വരന്തിക മലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ടാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ബലിതർപ്പണമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന കർമ്മം. വിഷുവാണ് പ്രധാന ഉത്സവം. ക്ഷേത്രത്തിലെ മറ്റൊരത്ഭുതമാണ് കരിങ്കൽ പാത്തി. മലമുകളിൽ നിന്നും ക്ഷേത്ര ആവശ്യങ്ങൾക്കായി ശുദ്ധജലം കൊണ്ടുവരുന്നത് ഈ കരിങ്കൽ പാത്തിയിലൂടെയാണ്. ശ്രീ ബ്രഹ്മാവ് ധ്യാനനിരതനായിരിക്കുന്ന സമയത്ത് ശ്രീ മഹാവിഷ്ണു നെല്ലിച്ചുവട്ടിൽ പ്രത്യക്ഷപ്പെടുകയും ശ്രീ പരമേശ്വര സാന്നിധ്യം അനുഭവിക്കുകയും ശ്രീ ഭഗവത് വിഗ്രഹം ബ്രഹ്മാവിനാൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. പാപനാശിനി പോകാൻ പറ്റുമെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇവിടെ ചോദിക്കാനൊന്നും ആരും ഇവിടെ ഇല്ല. അപ്പം ഇവിടുന്ന് താഴെ അങ്ങോട്ട് മാറിയൊരു ചെറിയൊരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കടയുണ്ട്, നമുക്ക് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. കാരണം ഈ ഭാഗത്ത് വരുമ്പോഴത്തേന് നല്ല വെള്ളം ഒഴുകുന്നതിൻ്റെ ആ ഒരു ഒച്ചയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇല്ലെന്ന കാര്യം നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ഇത് പാപനാശിലോട്ട് ഇറങ്ങി പോകുന്ന വഴിയാണ്. ഇതിൽ കരിങ്കല്ലുകൊണ്ടുള്ള സ്റ്റെപ്പുകളാണ്. കല്ലിങ്ങനെ ആ സ്റ്റെപ്പിൻ്റെ ഇതിലിങ്ങനെ പാകിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ട്. പേര് തന്നെയാണെന്നാണ് തോന്നുന്നത്. ചേലക്കര സ്മരണയ്ക്ക് കുമാരൻ നായർ, ഓരോരുത്തരുടെ പേരുമുണ്ട് ഇതിൽ. എനിക്ക് തോന്നുന്നത് അവർ അത് ഡൊണേറ്റ് ചെയ്ത ആൾക്കാരുടെ പേരാണ്. അപ്പോൾ ഇതാണ് ആ പാപനാശിലോട്ട് പോകുന്ന വഴി. പഞ്ചതീർത്ഥം, 5 തീർത്ഥങ്ങളുടെ സംഗമം അഥവാ 5 നദികളുടെ സംഗമം എന്നാണ് പഞ്ചതീർത്ഥത്തിൻ്റെ വിശ്വാസം.
ക്ഷേത്രത്തിന് പരിസരത്ത് തന്നെയാണ് പാപനാശിനി എന്ന അരുവി. അവിടെ മുങ്ങിപ്പൊങ്ങിയാൽ എല്ലാ പാപത്തിൽ നിന്നും മോക്ഷം കിട്ടും എന്നാണ് വിശ്വാസം. അപ്പം ശരിക്കും സമയം വളരെ പരിമിതമായ കാരണം കുണ്ടിക ശിവക്ഷേത്രത്തിൽ കയറാതെ അങ്ങ് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എന്തോ ഇവിടെ വന്നിട്ട് ഇവിടെയും കൂടെ വരെ വരാതെ പോകാനായിട്ടൊരു മനസ്സ് വരുന്നില്ല. ഗുണ്ടിക ശിവക്ഷേത്രം. ഇവിടെ ഗുഹയിൽ ശ്രീ പരമേശ്വരൻ്റെ ജ്യോതിർലിംഗ പ്രതിഷ്ഠയാണ് ഉള്ളത്. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. സമയം ഒട്ടുമില്ല. ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകാൻ എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ? കാടിറങ്ങാനായിട്ട് 14 കിലോമീറ്റർ ഉണ്ട്. ആ 14 കിലോമീറ്റർ വളരെ എന്താ പറയുക, കുറച്ച് പ്രശ്നമുള്ളതാണ്. ഉണ്ണിയപ്പം വരെ 14 കിലോമീറ്റർ. കാരണം എന്ന് വെച്ചാൽ ഈ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പം ആനയും കാര്യങ്ങളൊക്കെ ഇറങ്ങാനുള്ള സമയമാണ്. ചാൻസസ് വളരെ കൂടുതലാണ്. രാവിലെയും ഈ സമയമൊക്കെയാണ് ആനയും കാര്യങ്ങളൊക്കെ റോഡിലോട്ടൊക്കെ ഇറങ്ങുകയും ചെയ്യുന്നത്. അപ്പം സമയം വളരെ കുറവാണ്. അപ്പോൾ ശരിയാണ്.